ലോകത്തിലെ പല രാജ്യങ്ങളിലും, ഈവൻ കാനഡ പോലുള്ള വികസിത രാജ്യങ്ങളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല പൊതുഗതാഗതം, ചിലവ് കുറഞ്ഞ വിദ്യാഭ്യാസം, ശക്തമായ പൊതു ആരോഗ്യ സംവിധാനം എന്നിവയൊക്കെയാണ്. പക്ഷേ ഈ ആവശ്യങ്ങൾ പലപ്പോഴും ആഗ്രഹങ്ങളായി തന്നെ നിൽക്കുന്നു. കാരണം അവയെ രാഷ്ട്രീയ ശക്തിയായി മാറ്റുന്ന ശക്തമായ പ്രതിനിധാനം ഇവിടെ ഒന്നുമില്ല. കേരളത്തിൽ ആ വ്യത്യാസം നമുക്ക് കാണാം. ഇടതുപക്ഷ പാർട്ടി ജനങ്ങളുടെ ആവശ്യങ്ങളെ നയങ്ങളാക്കുന്ന ഒരു വാൻഗാർഡ് ശക്തിയാണ്. അവർ വെറും അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല, ദേ ആർ എ പൊളിറ്റിക്കൽ വോയിസ് ഫോർ ദ മെജോറിറ്റി വർക്കിംഗ് ക്ലാസ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. സമൂഹം ഒരു വീടാണെന്ന് കരുതുക. പൊതു സംവിധാനങ്ങൾ ആ വീടിൻ്റെ അടിസ്ഥാനമായിട്ടും പ്രൈവറ്റ് ആൻഡ് സ്പെഷ്യൽ സൗകര്യങ്ങൾ അലങ്കാരങ്ങളാണെന്നും കരുതുക. In normal times, decorations look attractive, but during a crisis, only the foundation matters. ഇത് നമ്മൾ വ്യക്തമായി കണ്ടത് COVID-19 പാൻഡമിക് സമയത്താണ്. സ്വകാര്യ സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും തകർന്നു. പൊതു സംവിധാനമാണ് സമൂഹത്തെ താങ്ങിയത്. കേരളത്തിലെ പ്രളയകാലത്തും അതേ കാര്യമാണ് കണ്ടത്. പൊതു സംവിധാനങ്ങളാണ് ജനങ്ങളെ രക്ഷിച്ചത്. എല്ലാവർക്കും വേണ്ടി നിർമ്മിച്ചതാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. സ്വന്തമായി കാറുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കാം, പക്ഷേ കുറച്ച് പേർക്ക് മാത്രമല്ലേ. അതേ സമയത്ത് ഒരു പബ്ലിക് ബസ്സിന് 100 കണക്കിന് ആളുകളെ വഹിക്കാൻ കഴിയും. പബ്ലിക് ബസ്സുകൾ ദുർബലമായാൽ റോഡുകളിൽ തിരക്ക് അനുഭവപ്പെടും, ആളുകൾ കഷ്ടപ്പെടും. വാട്ട് വർക്ക്സ് ഫോർ എവ്രി വൺ മൂവ് സൊസൈറ്റി ഫോർവേഡ്, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽസ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇത് ബാധകമാണ്. ഒരു പ്രൈവറ്റ് സ്കൂളോ പ്രൈവറ്റ് ആശുപത്രിയോ കംഫർട്ട് നൽകിയേക്കാം, പക്ഷേ അത് താങ്ങാനാവുന്നവർക്ക് മാത്രമേയുള്ളൂ. അതേസമയം ശക്തമായൊരു സർക്കാർ സ്കൂളോ പൊതു ആശുപത്രിയോ എല്ലാവർക്കും ഗുണം ചെയ്യും. കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ, കൂടാതെ വെള്ളപ്പൊക്ക സമയത്ത് മത്സ്യത്തൊഴിലാളികളും തദ്ദേശീയ സമൂഹങ്ങളും ആളുകളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയപ്പോൾ നടത്തിയ കൂട്ടായ പ്രതികരണങ്ങൾ ഒക്കെ കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ എല്ലാവരും പരിഹാരത്തിൻ്റെ ഭാഗമാകുന്നുവെന്നാണ്. ഇത് കുടിവെള്ളം പോലെയാണ്. അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ കുറച്ചു പേർക്ക് മാത്രമേ സുഖമായി അതിജീവിക്കാൻ കഴിയൂ. പക്ഷേ അത് പൊതുവായതാണെങ്കിൽ എല്ലാവരും അന്തസ്സോടെ ജീവിക്കുന്നു. അതാണ് കാതലായ ആശയം. വെള്ളം ഒരു ലക്ഷറി അല്ല, അതൊരു ആവശ്യകതയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവും ഗതാഗതവും. അടിസ്ഥാന ആവശ്യങ്ങൾ പൊതുവായതായിരിക്കണം. പലർക്കും ഒരു മനോഭാവമുണ്ട്, എല്ലാവർക്കും ലഭിക്കുന്നതാണെങ്കിൽ അതത്ര വാല്യൂ ഉള്ളതല്ല എന്നും വേറെ ഗതിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പബ്ലിക് സിസ്റ്റത്തിനെ ആശ്രയിക്കുന്നത് എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. സ്പെഷ്യൽ സംവിധാനങ്ങൾ ദുർബലമാണ്, പൊതു സംവിധാനങ്ങളാണ് ശക്തമായിട്ടുള്ളത്. ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ബാക്കപ്പ് സിസ്റ്റം ഉള്ളതാണ്. പൊതു സംവിധാനങ്ങളും അതുപോലെയാണ്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ എനിക്കും സുരക്ഷയുണ്ട്. അത് വില കുറഞ്ഞതല്ല, ഇത് സമൂഹത്തിൻ്റെ ശക്തിയാണ്. വെൻ വൺ ഫെയിൽസ് another supports. That's why systems built for everyone are always stronger. പൊതു സംവിധാനങ്ങൾ വേണ്ടി വന്നാൽ മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് ചിലർ പറയും. പക്ഷേ ഇൻ റിയാലിറ്റി ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് ഈക്വാളിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. രാഷ്ട്രീയമായി നോക്കുമ്പോൾ 2 രീതിയിലുള്ള സമീപനങ്ങളുണ്ട്. ഒന്ന്, പൊതു സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നവർ. മറ്റൊന്ന്, അവയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ തകർക്കാൻ ശ്രമിക്കുന്നവർ. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം. ഇതൊരു സാധാരണ സർക്കാരല്ല, ഇത് പൊതു സംവിധാനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ സമ്പന്നതയുടെയോ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ബേസിലോ നിശ്ചയിക്കപ്പെടാത്തതിൻ്റെ ഉറപ്പ്. സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയ ശക്തി നൽകുന്ന ഒരു വേദി. അവസരങ്ങൾ സമ്പന്നർക്ക് മാത്രമായി പരിമിതപ്പെടുന്നില്ല എന്ന ഉറപ്പ്. അതിനാൽ LDF മറ്റു സർക്കാരുകളേക്കാൾ നല്ലതാണോ എന്നല്ല, തമ്മിൽ ഭേദം തൊമ്മൻ എന്നല്ല. LDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് മാത്രമല്ല, തുടരണം. കാരണം അതൊരു സർക്കാർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം കാത്തുസൂക്ഷിക്കുന്ന ശക്തി കൂടിയാണ്. ഇടതുപക്ഷം തുടരണം.